cinemas are very popular in home construction. Completely invisible ആയിട്ടുള്ള ആൽക്ക സ്പീക്കേഴ്സ് ഉള്ള തിയേറ്റർ ആണിത്. അൽക്ക സീരീസിനെ പറ്റിയുള്ള ഒരു തോട്ട് വന്നത് ഒന്ന് കാരണങ്ങളുണ്ട്. വീട്ടിൽ തിയേറ്റർ വന്നതിന് ശേഷം എനിക്ക് ഫാമിലി ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ സിനി ഗാലക്സിയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് ഗംഭീരമായിട്ടാണ് നമ്മുടെ തിയേറ്റർ സിനി ഗാലക്സി നമുക്ക് ചെയ്തു തന്നത്. സിനി ഗാലക്സി ഗ്ലോബൽ, ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ. ഞങ്ങളുടെ വീട്ടിലും തിയേറ്റർ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഡ്രീം കം ട്രൂ ആക്കി തന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. ഓൾ ടീം. Nowadays, home cinemas are very popular in home construction. So, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ ഹോം സിനിമാസിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. Today we are at ആലപ്പുഴ ജില്ലയിലെ നൂറനാട് മൂൺലൈറ്റ് ഗ്രൂപ്പിന്റെ ഓണറായ സുനിൽ സാറിന്റെയും നിഷ മേഡത്തിന്റെയും പുതിയ വീട്ടിലാണ്. ഞാൻ ക്രിസ്റ്റി ബിനറ്റ്. വെൽക്കം ടു അവർ ന്യൂ എപ്പിസോഡ് ഓഫ് സിനി ഗാലക്സി. മൂൺലൈറ്റിന്റെ കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആയിട്ടുള്ള ആൽക്ക സ്പീക്കേഴ്സ് ഉള്ള തിയേറ്റർ ആണിത്. This theatre is equipped with 7.2.4 Dolby Atmos speakers. It helps to enhance the theatre in a pro level. When we talk about the projector and AVR, here we use Epson 4K and Denon 3800. Bed cum chairs ആണ് ഈ തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്നത്. Color theme of this theatre is black and grey. 165-inch acoustic screen ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രീമിങ്ങിനായി ആപ്പിൾ ടിവിയും സൗണ്ട് ആംപ്ലിഫിക്കേഷനായി ക്രൗൺ ആംപ്ലിഫയറുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട് വെക്കണമെന്നുള്ളത്. ആ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ വേണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബ സുഹൃത്തായ അനിലുമായിട്ട് സംസാരിച്ചപ്പോൾ സിനി ഗാലക്സിയെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ കണ്ണനെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കൂടിയിരുന്ന സിനി ഗാലക്സിയെ ഞങ്ങളുടെ ഈ തിയേറ്ററിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അവർ അത് വളരെ വൃത്തിയായും ഭംഗിയായും നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് ഭംഗിയായി അത് ചെയ്തു തന്നു. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. അതിലും ഭംഗിയായി തന്നെ ആ ഒരു എക്സ്പീരിയൻസ് അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ ഒരുപാട് അപ്പുറത്തേക്കാണ് അത് വന്നത്. അതുകൊണ്ട് സിനി ഗാലക്സിയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഈ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം ഒരുപാട് സമയം കിട്ടാറില്ല. എൻ്റെ വൈഫും മക്കളാണ് ഇത് കൂടുതൽ ആസ്വദിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ച് കറക്റ്റായിട്ടുള്ള അനുഭവം അവർ പങ്കുവെക്കും. സിനിമ കാണുക എന്നത് എൻ്റെ ഒരു പാഷനാണ്. പക്ഷേ തിരക്ക് കാരണം എനിക്ക് എപ്പോഴും സിനിമ കാണാൻ സാധിച്ചിട്ടില്ല. വീട്ടിൽ തിയേറ്റർ വന്നതിന് ശേഷം എനിക്ക് ഫാമിലി ആയിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് ഞാൻ സിനി ഗാലക്സിയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. അവർ ഹോസ്റ്റലിലാണ് രണ്ടുപേരും. വന്നു കഴിഞ്ഞാൽ അവരെ കാണാൻ പോലും കിട്ടത്തില്ല. അവർ രണ്ടുപേരും തിയേറ്ററിലാണ് ഫുൾ ടൈം. കഴിഞ്ഞ ആഴ്ച 4 ദിവസം വന്നു. ഈ 4 ദിവസവും തിയേറ്ററിലായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവരെ കിട്ടത്തില്ല. തിയേറ്ററിൽ അവരാണ് ആസ്വദിക്കുന്നത് മൊത്തം. അവർ വന്നാൽ അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് തിയേറ്ററെ കുറിച്ച്. കൂടാതെ അമ്മയ്ക്ക് സമയം പോകാനൊരു വഴി
ഇപ്പം കണ്ടേക്കുന്നത് അതാണ് ഏറ്റവും നല്ലത്. അമ്മയ്ക്ക് നേരത്തെ സിനിമയോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഇപ്പം നമ്മുടെ തിയേറ്ററിനകത്ത് കയറിയിരുന്ന സിനിമ കണ്ട് ഇപ്പം എപ്പോഴും സിനിമയോട് ഭയങ്കര താല്പര്യമായി, ടൈം പാസ്സായി. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും ഒരുപാട് ഗംഭീരമായിട്ടാണ് നമ്മുടെ തിയേറ്റർ സിനി ഗാലക്സി നമുക്ക് ചെയ്തു തന്നത്. നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ സുനിലിൻ്റെ വീട്ടിലാണ്. ഏകദേശം ഒരു വർഷക്കാലമായി ഞങ്ങൾ ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് ഇങ്ങനെ ഞാനും കണ്ണനും സുനിലും കൂടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അത് അവർക്ക് വേണ്ടതെന്ന് പറയുന്നത് പ്രൊജക്ഷൻസ്, എസ്തെറ്റിക്കലി ഈ പ്രൊജക്റ്റ് ചെയ്ത സ്പീക്കേഴ്സ്, പിന്നെ ഒരു ഇമർസീവ് ഫീലുള്ള ഒരു തിയേറ്റർ, സാധാരണ ഒരു പ്രൊഫഷണൽ തിയേറ്റർ പോലുള്ള ഒരു സൗണ്ടാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ റിസർച്ച് ടീമായ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നൽകാനതിനെക്കുറിച്ച് ചിന്തിക്കുകയും അൽക്ക എന്നൊരു ബ്രാൻഡ് നമ്മൾ സിനി ഗാലക്സി ലോഞ്ച് ചെയ്യുകയുണ്ടായി. സിനി ഗാലക്സിയുടെ ഓൺ ബ്രാൻഡായ അൽക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് സ്പീക്കേഴ്സ്, അതിൻ്റെ ഇലക്ട്രിക്കൽസ് എല്ലാം. ഇത് നമ്മൾ ജസ്റ്റ് അസംബ്ലിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു നമ്മൾ 5 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയിലാണ് ഇത് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള അവസരം മിസ്റ്റർ സുനിൽ നമുക്ക് നൽകുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മിസ്റ്റർ കണ്ണൻ പറയും. അൽക്ക സീരീസിനെ പറ്റിയുള്ളൊരു തോട്ട് വന്നത് 1-2 കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോം തിയേറ്റർ സ്പീക്കേഴ്സിനകത്ത് വരുന്ന സ്പീക്കറിനൊക്കെ ഒരു പ്രോ ലെവൽ സൗണ്ട് അല്ലെങ്കിൽ ഒരു തുറന്ന സൗണ്ട് കിട്ടുന്ന സ്പീക്കേഴ്സ് വളരെ കുറവായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായത്. സാറ് ഇൻ്റർനാഷണൽ ലെവലിൽ സഞ്ചരിക്കുന്ന ആൾ, ഒരുപാട് ഐമാക്സ് തിയേറ്ററും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് സാറ്. അപ്പോൾ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഒരു ഐമാക്സ് സൗണ്ട് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ തോട്ടുണ്ടായിരുന്നു ഒരു പ്രോ ലെവലിലുള്ള സ്പീക്കേഴ്സ്, അതും ബഡ്ജറ്റ് ഒരുപാട്. ഇപ്പോൾ സ്പീക്കേഴ്സാണ് ഒരു തിയേറ്റർ ചെയ്യുമ്പോൾ ഏറ്റവും നമുക്ക് എമൗണ്ട് അങ്ങ് പോകുന്നൊരു സംഭവം. നല്ല ബ്രാൻഡിലോട്ട് പോകുമ്പോൾ നല്ല പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അധികം പ്രൈസ് ആകാതെ എന്നാൽ അതിൽ കൂടുതൽ ഒരു എക്സ്പീരിയൻസ് കിട്ടാവുന്ന ഒരു സ്പീക്കേഴ്സ് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ഞങ്ങളതിൻ്റെ ടെസ്റ്റ് ഒരു 6 മാസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തെല്ലാം നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. ഹോം തിയേറ്റർ സ്പീക്കേഴ്സിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ ഒരു തുറന്നു വരാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സൗണ്ട് വരാനായിട്ടുള്ള കുറച്ച് പരിധികളുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു വേറെ ലെവലിലാണ്. അതാണ് അങ്ങനെ ഒരു ചിന്തയും, അങ്ങനെ ഒരു സ്പീക്കർ വേണം, അത് നമ്മുടെ ഓൺ ബ്രാൻഡ് ആയിരിക്കണം, അതിന് വാറണ്ടി ഉണ്ടാവണം, അതിനൊരു നല്ല സ്പെക്ക് വേണം. അപ്പോൾ അത് ഒരു വർഷം കൊണ്ട് അല്ലേ സാർ, ഒരു വർഷം കൊണ്ട് ഞങ്ങളത് സാധിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ബ്രാൻഡും നമ്മളുടെ സ്പീക്കറും വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറകെ വരുന്നുണ്ട്. More to talk, but it's the time to wind up this episode. For more details about home cinemas, please contact us. Thank you for the time.